തൗഫീഖ് രാജൻ, ഇവിടെ ഈ കേന്ദ്ര ഏജൻസികളുടെ വരവിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇപ്പോൾ കോൺഗ്രസും പ്രതിരോധത്തിലാണല്ലോ. കാരണം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ വിഗ്രഹക്കടത്ത് എത്തി നിൽക്കുന്നത് റോമിലെ ഒരു കമ്പനിയുമായിട്ടും അതിന് നെഹ്റു പരിവാറിനുള്ള ബന്ധവുമായൊക്കെ ബന്ധപ്പെട്ടാണ്. മാത്രമല്ല, നേരത്തെ തന്നെ ചില ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കോൺഗ്രസ് നേതാക്കളുമായി പ്രത്യേകിച്ച് 10 ജൻപത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തതിനെ പറ്റിയൊക്കെയുള്ള ചിത്രങ്ങളും വാർത്തകളും ധാരാളം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ കോൺഗ്രസ് കൂടി പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ കേന്ദ്ര ഏജൻസികളുടെ വരവിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗൗതം, ഞങ്ങൾക്കൊരു ആശങ്കയില്ല. ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞല്ലോ, ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നത്. അത് കേന്ദ്ര അന്വേഷണത്തെ, പ്രത്യേകിച്ച് CBI അന്വേഷണം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള, ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിലുള്ള CBI അന്വേഷണം വേണം എന്ന് തുടക്കം മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷമാണ്, UDF ആണ്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക്, ഇവിടെ ബഹുമാനപ്പെട്ട മുൻ കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളടക്കമാണ് നമ്മൾ ഇത് കുറേയേറെ തവണ ചർച്ച ചെയ്തതും ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളതുമാണ് ജനൻ TV തന്നെ. എങ്കിൽ പോലും ഞാൻ അതിലേക്ക് ഒരിക്കൽ കൂടി വരുന്നു. ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ മാസ്റ്റർ ഉൾപ്പെടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇവിടെ ബഹുമാനപ്പെട്ട UDFന്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് MP തന്നെ ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ്, പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ പോയത് ശബരിമലയിലെ പ്രസാദം നൽകാനാണ്. ശരി, അത് പോയത് മുൻകൂർ അനുമതി വാങ്ങിയാണ് പോയത്. അനുമതി വാങ്ങിയത് താൻ അറിഞ്ഞിട്ടില്ല. കൂടെ ചെല്ലണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ തന്റെ മണ്ഡലത്തിലെ ആളായതുകൊണ്ടാണ് MP എന്നുള്ള നിലയിൽ പോയത്. കാട്ടുകള്ളനാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഏത് അന്വേഷണവുമായും സഹകരിക്കും. വളരെ കൃത്യ സ്റ്റേറ്റ്മെന്റ് അല്ലേ ഗൗതം? ഇവിടെ എന്താണ്, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കേരളത്തിലെ ഇടത് നേതാക്കന്മാർ കൊട്ടിഘോഷിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അടൂർ പ്രകാശ് MPയെ SIT ചോദ്യം ചെയ്യാൻ പോകുന്നു. അടൂർ പ്രകാശ് MPയും ചോദ്യമുനയിൽ എന്ന് പറയുന്ന കൊട്ടിഘോഷിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിലെ ചില ഇടതുപക്ഷത്തോട് വല്ലാത്ത പ്രണയമുള്ള ചില മാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഗൗതം, ഇന്ന് ഈ നിമിഷം ജനൻ TV വിഷയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് SIT അടൂർ പ്രകാശ് MPയെ ചോദ്യം ചെയ്തോ എന്നതിനെ പറ്റി എനിക്കറിയില്ല. എന്തായാലും എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്നീ നിമിഷം വരെ അടൂർ പ്രകാശ് MPയെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കണക്ട് ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം വളരെ ക്ലിയർ ആയി നിങ്ങളോടക്കമുള്ള ജനൻ TVയോട് അടക്കമുള്ള മാധ്യമങ്ങളോടല്ലേ പറഞ്ഞത്. മാധ്യമങ്ങളെ അറിയിച്ച ശേഷം മാത്രമേ SITയുടെ ചോദ്യം ചെയ്യലിലേക്ക് പോവുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് കടകംപള്ളി സുരേന്ദ്രൻ ഒളിച്ചുപോയി തലയിൽ മുണ്ടിട്ട SITയുടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായതുപോലെ ഏതായാലും അടൂർ പ്രകാശം പോയില്ല. കാരണം ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ യാതൊരു ആശങ്കയുടെ അടിസ്ഥാനമില്ല. ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനെയും പേടിക്കാനില്ല. ഏത് അന്വേഷണത്തെയും വളരെ ക്ലിയർ ആയി സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെ ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ മാസ്റ്ററിന് ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്ക് ഈ പാതിവില തട്ടിപ്പ് കേസ് അങ്ങേക്ക് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ പാതിവില തട്ടിപ്പ് കേസ് അങ്ങ് മറന്നിട്ടുണ്ടാവില്ല. ഈ പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി ഒരു അനന്തു കൃഷ്ണൻ ഉണ്ട്. ആ അനന്തു കൃഷ്ണൻ ബഹുമാനപ്പെട്ട ഭാരതത്തിലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമുണ്ട്. അങ്ങേക്ക് പരിശോധിക്കാം. 1350 കേസുകളാണ്, FIRകളാണ് ഈ അനന്തു കൃഷ്ണനെതിരെ ഉള്ളത്. ഉടനെ നമുക്ക് നരേന്ദ്രമോദിയെ, ബഹുമാനപ്പെട്ട ഭാരതത്തിലെ പ്രധാനമന്ത്രിയെ, ഈ മുൻകാല പ്രാബല്യത്തോടു കൂടി, അല്ലെങ്കിൽ അദ്ദേഹം ഇതിന്റെ ഭാഗമാണ്, അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ടും അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അടക്കം നിലനിൽക്കുന്നുണ്ട്. സോണിയാഗാന്ധിയെ കാണണമെന്ന് വെച്ചാൽ, ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചാൽ എനിക്ക് കാണാവുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ട്. അങ്ങനെയൊക്കെ അത് സംബന്ധിച്ചുള്ള സാഹചര്യം അറിയാത്തത് കൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള പ്രതികരണവുമായി രംഗത്ത് വരുന്നത്. അതിനപ്പുറത്തേക്ക് ഇവിടെ വളരെ കൃത്യമാണ്. എന്താണ് ഈ ഇത്തരത്തിൽ ഈ പ്രിയങ്ക ഗാന്ധിയുമായി ബന്ധപ്പെട്ട അടക്കം ഇറ്റലി ബന്ധങ്ങൾ അടക്കം അങ്ങനെ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വളരെ കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയത് ബഹുമാനപ്പെട്ട BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K സുരേന്ദ്രനാണ്. ഇത് സംബന്ധിച്ചുള്ള ആരോപണം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ 12 കൊല്ലക്കാലമായി കേന്ദ്രം ഭരിക്കുന്നത് ആരാ? കോൺഗ്രസ് ഗവൺമെന്റ് അല്ല, BJP നേതൃത്വം നൽകുന്ന NDA ഗവൺമെന്റ് ആണ്. കേരളം ഭരിക്കുന്നത് കഴിഞ്ഞ 9.5 വർഷക്കാലത്തിലധികമായി ഇടത് ഗവൺമെന്റ് ആണ്. ഇത്തരത്തിൽ എന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഉടൻ തന്നെ അങ്ങക്ക് കേരളത്തിലെ പോലീസിനെ വിശ്വാസമില്ലെങ്കിൽ, കേരളത്തിലെ പോലീസ് സംവിധാനത്തെ വിശ്വാസമില്ലെങ്കിൽ കേന്ദ്ര ഇന്റലിജൻസിന് ഇത് സംബന്ധിച്ചുള്ള വിവരം നൽകാമല്ലോ. അതിനപ്പുറത്തേക്ക് കേന്ദ്രം റിപ്പോർട്ട് ചോദിച്ചപ്പോ ഇറ്റലി കൊടുത്തില്ല. അത് കൊടുക്കാത്തത് സോണിയാഗാന്ധി കൊണ്ടാണ്, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ ഇടപെടൽ കൊണ്ടാണ്, ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇടപെടൽ കൊണ്ടാണെന്നുള്ള വില കുറഞ്ഞ ആരോപണമാണ് അങ്ങ് ഉന്നയിക്കുന്നത്. കാരണം കഴിഞ്ഞ 12 വർഷക്കാലമായി ഭാരതം ഭരിക്കുന്നത്, ഇന്ത്യ ഭരിക്കുന്നത് BJP നേതൃത്വം നൽകുന്ന NDA ഗവൺമെന്റ്. ശബരിമലയിൽ കയറി കൂടുന്നത് 2007-ലാണ്. അതിനുശേഷം നിങ്ങൾ എത്ര കാലം കേരളം ഭരിച്ചു? നിങ്ങൾ 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടിയുടെ ഭരണമായിരുന്നില്ലേ? കോൺഗ്രസിന്റെ ഭരണമായിരുന്നല്ലോ. നിങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ?
ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയ്ക്കൂടെ ഇവിടെ എപ്പോഴാണ് ശബരിമല ഗൗതം ഇത് സംബന്ധിച്ച് ശബരിമലയിൽ എപ്പോഴാണ് ഇത്തരത്തിൽ വലിയ കൊള്ള വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടായത്? കൊള്ള നടന്നത് ഏത് കാലഘട്ടത്തിലാണ്? അങ്ങ് വർഷം പരിശോധിച്ചാൽ അങ്ങേക്ക് മനസ്സിലാകും. അതിനപ്പുറത്തേക്ക് ഞാൻ അങ്ങയോട് വളരെ സ്നേഹപൂർവ്വം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇവിടെ SIT സംഘത്തെ അന്വേഷണമില്ലെങ്കിൽ, വിശ്വാസമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും വിശ്വാസമില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട CPM പ്രതിനിധി ഉന്നയിച്ച ഒരു ആരോപണം, ഇല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ വിശ്വാസമില്ലെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഇവിടെ SITക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കം നടക്കുന്നുണ്ട്. അതിന് തെളിവാണ് ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രനെ അടക്കം തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് റിസൾട്ട് വരുന്നത് വരെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി കാത്തിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ എത്ര രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഈ അന്വേഷണ സംഘത്തിനെതിരെ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ആകട്ടെ, ഡിവിഷൻ ബെഞ്ച് ആകട്ടെ, ദേവസ്വം ബെഞ്ച് ആകട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്ന അങ്ങ് തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് തന്നെയാണ് പറഞ്ഞത് ഉന്നതിലേക്ക് അന്വേഷണം പോകണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് മാത്രം അന്വേഷണം നിലനിൽക്കില്ല, ഇത് ചെയ്യിപ്പിച്ച ആളുകളിലേക്ക് അന്വേഷണം പോകണം. ആ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അറസ്റ്റിലാണ്. ആ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പുറത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർക്ക് എന്താണ്, വളരെ കൃത്യമാണ്. ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ, അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോയാൽ വിക്കറ്റുകൾ ഇനിയും തെറിക്കും. ജയിലിലേക്കുള്ള, കാരാഗ്രഹത്തിലേക്കുള്ള CPM നേതാക്കന്മാരുടെ ഘോഷയാത്ര തുടരുമെന്നുള്ള വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ അന്വേഷണ സംഘത്തെ SIT അടക്കം വല്ലാത്ത രീതിയിൽ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കം നടത്തുന്നത്. ഗൗതം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് എന്നേ തേഞ്ഞു മാഞ്ഞു പോയതേ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. ഇവിടെ മുൻപൊക്കെ ഇവരുടെ കേസ് അട്ടിമറിച്ചതുപോലെ ഈ കേസും തെളിവില്ല, യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞ് ഇവിടെ എന്നേ അന്വേഷണം അവസാനിപ്പിച്ചേനെ. എന്താ ഇവിടെ ഈ സർക്കാരാണോ ഈ അന്വേഷണത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ശുപാർശ ചെയ്തില്ലെങ്കിൽ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്? അല്ലല്ലോ. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ബഹുമാനപ്പെട്ട ശ്രീ മുൻ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ അടക്കം ഇവിടെ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ശബരിമലയിൽ ഈ 2025 ഇത്തരത്തിൽ എന്താണ് ദ്വാരപാലക വിഗ്രഹങ്ങൾ വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായപ്പോ ആ ഘട്ടത്തിൽ ഇവിടെ കൃത്യമായിട്ടുള്ള അനുമതി വാങ്ങാതെയാണ് ശബരിമലയിൽ ഒരു ജില്ലാ ജഡ്ജി ചുമതലയുണ്ട്, അദ്ദേഹത്തിന്റെ അടക്കം അനുമതി വാങ്ങാതെയാണ് പോയത് എന്നുള്ള കാരണം ഉണ്ടായപ്പോ, ഘടകമുണ്ടായപ്പോ ദേവസ്വം മാനുവൽ ഉണ്ട്, ആ ദേവസ്വം മാനുവൽ പൂർണ്ണമായി ലംഘിച്ചു എന്നുള്ള സാഹചര്യം ഉണ്ടായപ്പോ അദ്ദേഹമാണ് ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ വിഷയം അറിയിച്ച തുടർന്ന് പരമ്പര പോലെ